എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ഥിരജോലിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസറാണ്. സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് October 2 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ റെസ്യൂമെ, ID പ്രൂഫ്, ഏജ് പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് നോക്കാം. തസ്തികയുടെ പേര് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് ആണ്. മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 3 ആണ് വരുന്നത്. ആകെ വേക്കൻസി 63 റെഗുലർ വേക്കൻസി 58, ബാക്ക്ലോഗ് 5 ആണ്. SC 9, ST 4, OBC 14, EWS 5, അൺറിസർവ്ഡ് 26 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. PWBD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. പ്രായപരിധി 25 മുതൽ 35 വരെയാണ്. നിയമനം വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം വരാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആപ്ലിക്കേഷനിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. പരീക്ഷയൊന്നുമില്ല. SC, ST, OBC, PWBD, EWS കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പ്രായപരിധിയിൽ നിന്നും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ MBA ഫിനാൻസ് അല്ലെങ്കിൽ PGD-BA അല്ലെങ്കിൽ PGD-BM അല്ലെങ്കിൽ MMS ഫിനാൻസ് അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CFA അല്ലെങ്കിൽ ICWA ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രിയും കൂടാതെ ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷനും കൂടിയാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ കോർപ്പറേറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഹൈ വാല്യൂ ക്രെഡിറ്റ് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഇൻ സൂപ്പർവൈസറി ഓർ മാനേജ്മെൻറ്റ് റോൾ ഇൻ എ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ അസോസിയേറ്റ് ഓർ സബ്സിഡറി ഓഫ് എ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർ ഇൻ എ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ലിസ്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമ്പനി. ഈ ഏതെങ്കിലും സ്ഥാപനത്തിലാണ് സൂപ്പർവൈസറി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റോളിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വേണ്ടത്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ യോഗ്യതയും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൽസ് പറഞ്ഞിട്ടുള്ളത് അനാലിസിസ് ഓഫ് ബാലൻസ് ഷീറ്റ്, അപ്രൈസൽ, അസസ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പ്രപ്പോസൽ, ക്രെഡിറ്റ് മോണിറ്ററിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് യോഗ്യത വരുന്നത്. ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. 85,920 മുതൽ 1,05,280 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. പ്രൊബേഷൻ പീരീഡ് 6 മാസമാണ് വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ഇൻ്റർവ്യൂ 100 മാർക്കിനാണ്. ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഇമെയിൽ വഴി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്. bank.sbi/web/career/current openings ആണ്. ഇത് ഓപ്പൺ ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWBD ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഡീറ്റെയിൽഡ് റെസ്യൂമെ PDF ആയിട്ടാണ്, ID പ്രൂഫ് PDF ആയിട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWBD സർട്ടിഫിക്കറ്റ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റും വേണം, സർട്ടിഫിക്കറ്റും വേണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോം 16 ഓർ ഓഫർ ലെറ്റർ ആൻഡ് ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് ഫ്രം കറണ്ട് എംപ്ലോയറും കൂടെ വേണം. കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ പ്രസൻറ്റ് എംപ്ലോയറുടെ കയ്യിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ബയോഡേറ്റ ഉണ്ടായിരിക്കണം. ഡിക്ലറേഷൻ 1 and 2, ഡിക്ലറേഷൻ 1 ഉണ്ട് 2 ഉണ്ട്, അത് 2 കൊടുക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സും PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പേജ് സൈസ് A4 ആണ്. ഫയൽ സൈസ് 500 KB കൂടാൻ പാടില്ല. ഇതാണ് ഡിക്ലറേഷൻ. നിങ്ങളിത് ഫില്ല് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 2 ആണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.